മേക്കപ്പാണ് അതിന്റെ പവർ. എന്റെ അഭിനയമൊന്നുമല്ല, ശരിക്കും ഞാൻ അഭിനയിച്ചിട്ട് പോലില്ല. ദിലീപിന്റെ നെക്സ്റ്റ് ഫിലിം, അതിനകത്ത് ഞങ്ങളുടെ യൂണിഫോം ഇട്ടിട്ട് ഞങ്ങൾ അതിനകത്ത് ആക്ട് ചെയ്യുന്നതാണ്. ഹൈറ്റ് ഉള്ളതിന്റെ പ്രത്യേകത എന്ന് വെച്ചാൽ ദീർഘവീക്ഷണം എന്ന് പറയുന്ന സംഭവം കൂടുതലാണ്. അപ്പൊ ഏത് ക്രൗഡ് കാണുന്നാലും മറ്റുള്ള ആളുകൾ കാണുന്നതിനും കൂടുതൽ ഫാസ്റ്റ് ആയിട്ട് ഞങ്ങൾക്ക് കാണാൻ സാധിക്കും. ഉയരം ഞങ്ങൾക്ക് അഭിമാനം, ദൈവം തന്നൊരു വരതാണ്. അതാണ് ഞങ്ങളുടെ ശക്തി. അതായത് ഞങ്ങൾക്ക് ഇടിക്കേണ്ട ആവശ്യം വരാറില്ല. അതായത് ഞങ്ങളിങ്ങനെ ജസ്റ്റ് തൊട്ട് ചേട്ടാ ഒന്ന് മാറിയിരിക്കുന്നു പറഞ്ഞാൽ ഓട്ടോമാറ്റിക് അയ്യോ ശരി ശരി എന്ന് പറഞ്ഞ് മാറ്റി തരും. അവിടെ വേറൊരു കണ്ടന്റ് ഒന്നും ആവശ്യമില്ല. അതെ അതെ, ഇതാണ് ടോൾമെന്റ്. തീർച്ചയായിട്ടും ഞങ്ങളുണ്ടാവും. അതായത് അത്ഭുതയില് ഞാൻ മരിച്ചു കഴിഞ്ഞു, പക്ഷെ അതിനകത്ത് ഒന്നില്ലെങ്കിൽ അദ്ദേഹത്തിന് ആ മരിച്ച ആളുടെ മകനോ അല്ലെങ്കിൽ പിതാവോ ആരെങ്കിലും ഒരാളായിട്ടാങ്ങാനും. വളരെ പൊക്കമുള്ളവരുടെ നമ്മൾ കണ്ടിട്ടുണ്ട് സിനിമയിൽ. അത്ഭുതദ്വീപ് സിനിമയിലാണ് നമ്മൾക്ക് അത്ഭുതം തോന്നിയ മനുഷ്യന്മാരുണ്ടായിരുന്നത്. അവരെ നരഭോജികളായിട്ടായിരുന്നു അന്ന് ആ പടത്തിൽ ചിത്രീകരിച്ചത്. അത്തരം പൊക്കമുള്ളവരുടെ ഒരു അസോസിയേഷൻ, ടോൾമാൻ അസോസിയേഷൻ എന്ന് പറയും, അത് ഉണ്ടാക്കിയിട്ട് 25 വർഷമാവുകയാണ്. ആ സ്ഥാപനത്തിൻ്റെ സ്ഥാപകരിൽ ഒരാളായ ശിബുചേട്ടനാണ് എൻ്റെ ഒപ്പം ഉള്ളത്. ശിബുചേട്ടൻ ഞാൻ പറഞ്ഞ പോലെ തന്നെ അത്ഭുതദ്വീപിൽ നരഭോജിയായിട്ടാണ് വന്നത്. ഇതാണ് ശിബുചേട്ടൻ. ശിബുചേട്ടാ ഹായ്. സന്തോഷം. സത്യം നല്ല രസമാണല്ലോ കണ്ണാടിയൊക്കെ വെച്ചിട്ട്. എനിക്ക് ഭയങ്കര പേടിയായിരുന്നു ആ നിമിഷം നിങ്ങൾ വരുന്നത്. കാരണം നിഷ്പ്രയാസം ഇങ്ങനെ എടുത്തിട്ട് ഇങ്ങനെ വലിച്ചെറിയുന്നതായിട്ടാണ്. മാത്രമല്ല ആ ഉണ്ടപ്പക്കറും അവർക്ക് ഭയങ്കര പൊക്കം കുറവ്, നിങ്ങൾക്ക് അതിന്റെ ഇരട്ടി സൈസും കൂടെ വരുമ്പോൾ നമ്മൾ പിള്ളേരാകുന്ന പ്രായത്തിൽ നമുക്ക് ഭയങ്കര പേടി വന്നിട്ടുണ്ട്. കാരണം അയ്യോ അവർക്ക് അങ്ങനെയൊക്കെ അങ്ങനെയുള്ള മനുഷ്യന്മാരുണ്ടോ? ഈ ഇംഗ്ലീഷ് പടത്തിലാണ് ഇതൊക്കെ കണ്ടിട്ടുള്ളത്. പക്ഷെ അത് റിയലിസ്റ്റിക് ആയിട്ട് നിങ്ങളെപ്പോലുള്ള ആളുകളാണ് എന്ന് തിരിച്ചറിയുന്നത് പിന്നീട് ഒരു കാലഘട്ടത്തിലാണ്. അതായത് കുറച്ചുകൂടി ഇങ്ങോട്ട് വളർന്നു വെച്ചാൽ ജീവിതത്തിൽ എപ്പോഴെങ്കിലും ഇങ്ങനെ ആളുകൾ പേടിച്ച് നിൽക്കുന്ന സംഭവം ഉണ്ടായിട്ടുണ്ടോ? അതായത് അത്ഭുതദ്വീപ് എന്ന സിനിമ ഷൂട്ടിംഗ് നടക്കുന്നത് ഗോവയിലാണ്. പക്ഷെ അവിടെ ജനങ്ങൾ അധികം താമസമില്ല. ഒരു സൈഡ് മല, ഒരു സൈഡ് കടല്, ഒരു സൈഡ് പാറയായിട്ടുള്ള അങ്ങനെ ഒരു പ്രത്യേക ഒരു സ്ഥലമാണ്. അത്ഭുതദ്വീപിനെ പറ്റി പറയുമ്പോൾ ആദ്യം വിനയ് സാറിനെ പറയണം. കാരണം വിനയ് സാറിന്റെ ഒരു പ്ലസ് പോയിന്റ്സ് ആണ്. ഞങ്ങൾ 20 പേരുണ്ടായിരുന്നു. അതിനകത്ത് ഞങ്ങൾ കുറച്ചുപേര് ഞങ്ങളെ അസോസിയേഷൻ ഞങ്ങളെ വിളിച്ചു. അന്ന് അസോസിയേഷൻ വഴിയാണ് നിങ്ങളെ വിളിക്കുന്നത്, ടോൾമാൻ അസോസിയേഷൻ. അങ്ങനെ അവിടെ ഷൂട്ടിംഗ് നടക്കുമ്പോൾ തന്നെ മേക്കപ്പാണ് അതിന്റെ പവർ. എന്റെ അഭിനയമൊന്നുമല്ല, ശരിക്കും ഞാൻ അഭിനയിച്ചിട്ട് പോലില്ല. കണ്ണില് ലെൻസൊക്കെ വെച്ച് മുടിയെല്ലാം കട്ട് ചെയ്ത് പിന്നെ ഒരു പ്രത്യേക ലെൻസുള്ള ക്യാമറ ഒക്കെ വെച്ചെടുത്തതിന്റെ ഒരു പവറാണ്. നിങ്ങൾ ഈ നരഭോജി എന്നൊക്കെ പറയുന്ന അത് പേടിപ്പിക്കാൻ വേണ്ടിയിട്ടാണ്. അത് ആക്ച്വലി നമ്മളെ പേടിപ്പിച്ചിട്ടുണ്ട്. അതെ അതെ അതെ. പിന്നെന്ന് വെച്ചാല് ഒരു മാസം ഉണ്ടായിരുന്നു ഷൂട്ടിങ്. അതിൽ എല്ലാ ദിവസവും വായില് ചോര എന്ന് പറയുന്ന സാധനം ഒഴിച്ചു തരും. അത് എല്ലാ ഷോട്ടിലും അത് കണ്ടിന്യൂ ആയിട്ട് വരില്ല. ഒരുപാട് ചോര പോലത്തെ കെമിക്കൽ ഒരുപാട് പോയിട്ടുണ്ടല്ലേ. ഈ പൊക്കം ഉണ്ടായിട്ട് ആളുകളെ പണ്ട് പൊക്കത്തിന്റെ പേര് കളിയാക്കുമായിരുന്നു. ഇങ്ങനെ ഇവിടെ തോട്ടിന്നൊക്കെ നാട്ടിൽ വിളിക്കാറുണ്ട്. ചേട്ടനെയൊക്കെ അങ്ങനെ വിളിച്ചിട്ടുണ്ടോ? സ്കൂൾ പഠിക്കുന്ന കാലത്തൊക്കെ ഒത്തിരി ഉണ്ടായിട്ടുണ്ട്. ആണല്ലേ? അന്നൊക്കെ എന്താ തോന്നിയേക്കുന്നത്? മറ്റുള്ളവരെ കഴിഞ്ഞ ഒരു കുറച്ച് പൊക്കം ഏറെ ഉണ്ടെന്ന് തോന്നിയപ്പോ എന്താ തോന്നുന്നത്? അത് എന്താന്ന് വെച്ചാൽ അങ്ങനെ അവർ ആ കണ്ണിലൂടെ കാണുന്നു. പൊക്കമുള്ള ആളുകൾ എന്തോ ഒരു എന്താ പറയാ, എന്തോ മാനുഷികമായ മനുഷ്യമാരെന്നൊക്കെ പറയുന്ന പോലെ സ്കൂളിൽ പഠിക്കുകയാണെങ്കിലും. പക്ഷേ ഒരു സുഖം ഞാൻ പറയട്ടെ, അസംബ്ലിയിലൊക്കെ ലാസ്റ്റ് അല്ലേ വരുന്നത്. അപ്പൊ നമുക്ക് താഴെ വരെ നിൽക്കുന്നവരെ കാണാമല്ലോ അല്ലേ? എല്ലാവരും കാണാം, പ്രത്യേകിച്ച് ടീച്ചേഴ്സിന്. ഞാൻ സ്കൂളിൽ എത്തിയിട്ടുണ്ടോ നോക്കും. പക്ഷെ ഒളിച്ചിരിക്കാനും പറ്റത്തില്ല. ഇപ്പം ഈ ടോൾമാൻ അസോസിയേഷൻ വന്നിട്ട് 25 വർഷമാവുന്നു. ചേട്ടനൊക്കെ കൂടിയാണ് ഇത് തുടങ്ങിയത്. എങ്ങനെയായിരുന്നു ചേട്ടാ ഇതിന്റെ ഒരു തുടക്ക കാലഘട്ടം? ചെന്നൈയില് ഇതുപോലുള്ള ഈ സെക്യൂരിറ്റി ഫോഴ്സിലൊക്കെ ജോലി ചെയ്തിരിക്കുന്ന സമയത്താണ് കേരളത്തിൽ ഇങ്ങനെ ആൾഡിക്കാരുടെ ഒരു സംഘടന വരുന്നു എന്നൊരു പരസ്യം ഞാൻ കണ്ടത്. അത് ഒരു പ്രത്യേക എടുത്ത് പറയുന്ന കാര്യം വെച്ചാല് മാതൃഭൂമിയുടെ ഫ്രണ്ട് പേജില് ഫ്രണ്ട് കോളത്തിൽ തന്നെയാണ് ഞങ്ങളുടെ ഈ സംഘടന ഇങ്ങനെ പൊക്കമുള്ളവർക്ക് സംഘടന രൂപീകരിക്കുന്നു എന്ന്. ഞാൻ ചെന്നൈയിലായിരുന്നു. അവിടെ സെക്യൂരിറ്റി ഫോഴ്സ് തന്നെയായിരുന്നു. അതെ അതെ, സ്പെഷ്യൽ ഡ്യൂട്ടിയിലൊക്കെ പോകുന്ന സർവീസ് ആയിരുന്നു. അങ്ങനെ അവിടുന്ന് ജസ്റ്റ് ലീവിന് വന്നു. അപ്പോഴാണ് ഇത് ഞാൻ അറിഞ്ഞത്. അപ്പോൾ മാതൃഭൂമിയിൽ വന്നതിന് ശേഷം ഞാൻ പിറ്റേ ദിവസം തന്നെ കാലത്ത് അതിരാവിലെ തന്നെ ആദ്യം ചേരാനായിട്ട് എത്തിയാണ്. ആദ്യം ചേർന്ന ഫസ്റ്റ് മെമ്പറും കൂടിയാണ്. അതിനുശേഷം 2 വർഷം കഴിഞ്ഞപ്പോൾ അസോസിയേഷൻ അവിടെ പലർക്കും നിന്നുപോയി. എന്ന് വെച്ചാൽ പ്രത്യേകിച്ച് ഒരു പ്രോഫിറ്റ് ഒന്നും ഇല്ലാത്തതുകൊണ്ട് അങ്ങനെ ആരും പങ്കെടുക്കാതെ നിന്നുപോയി. അങ്ങനെയാണ് 2002 അതായത് 1999 സ്റ്റാർട്ട് ചെയ്തു. 2002 ചാലക്കുടിയിൽ
ടോൾമിൻ അസോസിയേഷന്റെ ഫസ്റ്റ് ബ്രാഞ്ച് ഞാൻ കൊണ്ടുവരാണ്. അപ്പൊ അതിന്റെ ഒരു സ്ഥാപകനും കൂടിയാണ്. ഓക്കെ. അപ്പൊ അതിനുശേഷമാണ് പിന്നെ ഞങ്ങള് എല്ലാവർക്കും ഉപജീവന മാർഗം ഉണ്ടാക്കാനായിട്ട് അന്ന് ചെന്നൈയിൽ ചെയ്തുകൊണ്ടിരുന്ന സ്പെഷ്യൽ ഡ്യൂട്ടികള്, VIP ഫംഗ്ഷൻ സ്പെഷ്യൽ ഡ്യൂട്ടികള് ഇവിടെ ഞാൻ തുടങ്ങിയാണ്. അങ്ങനെയാണ് ടോൾമിൻ ഫോഴ്സ് ഞാൻ രൂപീകരിക്കുന്നത്. പക്ഷെ ഞാൻ വളരെ ഹാപ്പിയാണ്. കാരണം ഇപ്പോ ഞങ്ങളുടെ സംഘടന വന്നതിന് ശേഷം ഇന്നേക്ക് 25 വർഷം തികയാണ്. ഞങ്ങളുടെ സ്ഥാപക ദിനം കൂടിയാണ്. ചേട്ടാ, ആ അത്ഭുത ദ്വീപ് കഴിഞ്ഞ് ഇപ്പൊ പണ്ട് ചേട്ടൻ ഈ പറഞ്ഞ പോലെ ചാലക്കുടിയിൽ 2002 കൊണ്ടുവന്നപ്പം നിങ്ങളെ പോലെ കുറച്ച് പൊക്കമുള്ളവർ ഈ നാട്ടുകാർക്കേ അറിയത്തുള്ളൂ. പക്ഷെ സിനിമ ഇറങ്ങി നിങ്ങളെ മൊത്തത്തിൽ ആളുകൾ അറിയാൻ തുടങ്ങി. അതിനുശേഷമുള്ള ഒരു മാറ്റം എന്തായിട്ടാണ്? ഫസ്റ്റ് അത്ഭുത ദ്വീപിലാണ് ചെയ്തത്. അതിനുശേഷം പിന്നെ 2 സീരിയലാണ് ചെയ്തത്. അതായത് കായംകുളം കൊച്ചുണ്ണി, പറയപ്പെട്ട പന്തിരുകുലം. അതിലൂടെയാണ് പിന്നെ നമ്മുടെ ചാലക്കുടി കലാപുരം മണിച്ചേട്ടന്റെ പ്രോഗ്രാമുകളൊക്കെ ഞങ്ങൾ ഈ ടോൾമിൻ അസോസിയേഷൻ ഫോഴ്സിലൂടെ ചെയ്യാറുണ്ട്. അങ്ങനെയാണ് മണിച്ചേട്ടനെ കൂടുതൽ പരിചയം. അങ്ങനെ മണിച്ചേട്ടൻ ഒരു കബഡി എന്ന സിനിമയിലേക്ക് എന്നെ ക്ഷണിക്കുകയാണ്. രാവിലെ 9 മണിക്ക് വിളിച്ചു. ഷിബു ഒരു മണി വിളിക്കും, ഈ രാഷ്ട്രീയപാട്ട ഷൂട്ടിങ് വരണം എന്ന് പറഞ്ഞു. എന്താണ് റോള് എന്ന് ചോദിച്ചില്ല, അപ്പൊ തന്നെ ചെന്നു അന്ന് തന്നെ ഷൂട്ടിങ് ചെയ്തു. ആ സിനിമയിലെ മെയിൻ ഒരു ട്വിസ്റ്റ് ആയിരുന്നു. എന്റെ റോള് ഒരു പിടികിട്ടാപ്പള്ളി കള്ളനൊക്കെ ആയിരുന്നു. പിന്നെ അതിനുശേഷം പിന്നെ ട്രേസി ഗോപാലൻ, ഗുരുമാലി, ക്ലൈമാക്സ്, ആകാശത്ര, മായപ്പൂരി, ഇപ്പൊ ബ്രോഡാടി എന്ന മോഹൻലാലും പൃഥ്വിരാജ് അത്ഭുതത്തിന് ശേഷം പൃഥ്വിരാജിന്റെ കൂടെ ചെയ്യാൻ പറ്റി. അതും ഹൈദരാബാദിലായിരുന്നു ഷൂട്ടിങ്. ഞങ്ങളെ വിളിച്ചു, ഞങ്ങൾക്ക് ടിക്കറ്റ് എടുത്ത് തന്നു. ഞങ്ങൾ അവിടെ ചെന്നു. അതിനുശേഷം ഇപ്പോ ഞങ്ങൾക്ക് ഏറ്റവും കൂടുതൽ അഭിമാനിക്കാവുന്ന ഒരു സംഭവം എന്ന് വെച്ചാല് ടോൾമിൻ അസോസിയേഷൻ ഫോഴ്സിന്റെ ഫോഴ്സ്, അതായത് ദിലീപിന്റെ നെക്സ്റ്റ് ഫിലിം, അതായത് 150 സിനിമ, അതിനകത്ത് ഞങ്ങളുടെ യൂണിഫോം ഇട്ടിട്ട് ഞങ്ങൾ അതിനകത്ത് ആക്ട് ചെയ്യുന്നതാണ്. അതൊരു ഭാഗ്യമാണ്. കാരണം ഞങ്ങള് യൂണിഫോം, ഞങ്ങൾ അസോസിയേഷൻ ഫോഴ്സിന്റെ ആളുകൾ അതേ യൂണിഫോമിൽ തന്നെ അത് അഭിനയിക്കാന്ന് പറഞ്ഞാൽ ഈ യൂണിഫോം എന്ന് പറയുന്നത് നിങ്ങളുടെ ഈ അസോസിയേഷന്റെ യൂണിഫോം ആണോ അതോ നിങ്ങൾ വർക്കിന് പോകുന്ന യൂണിഫോം ആണോ? അല്ലല്ല, ഇത് ഫോഴ്സിന് മാത്രം. അസോസിയേഷനിലേക്ക് എല്ലാവർക്കും ആർഡിമേൽ പൊക്കള എല്ലാവർക്കും ചേരാം. അതിൽ നിന്ന് ഫോഴ്സിലേക്ക് ഞങ്ങൾ വേറെ ആളുകൾ സെലക്ട് ചെയ്യണമായിരുന്നു. താല്പര്യമുള്ള ആളുകളെ മാത്രം ഇതിലേക്ക് സെലക്ട് ചെയ്യണം. ലേഡീസ് ഒക്കെ ഉണ്ട്. പിന്നെ കേരളത്തിൽ ഇപ്പൊ ഒരു 80ഓളം മുനിസിപ്പാലിറ്റികളായിട്ട് ഞങ്ങള് ഒരു ഫ്രാഞ്ചൈസ് തിരിച്ചിരിക്കുകയാണ്. ഞങ്ങൾ അസോസിയേഷനിൽ 3000 വെച്ച് ചേർന്നിട്ടുണ്ട്. ഫോഴ്സിനകത്ത് ഒരു 1000-ഓളം മേലാളുകളെ ഞങ്ങൾ സെലക്ട് ചെയ്തിട്ടുണ്ട്. ഹൈ സെക്യൂരിറ്റി അല്ലേ കൊടുക്കുന്നത്? അതാ ശരി, എനിക്കൊരു സെക്യൂരിറ്റി തന്നെ. പേടിപ്പിച്ചേ. അതായത് ഞങ്ങളിങ്ങനെ നമുക്ക് പ്രത്യേകത എന്ന് വെച്ചാൽ, ഹൈറ്റ് ഉള്ളതിന്റെ പ്രത്യേകത എന്ന് വെച്ചാൽ ദീർഘവീക്ഷണം എന്ന് പറയുന്ന സംഭവം കൂടുതലാണ്. അപ്പൊ ഏത് ക്രൗഡ് നടന്നാലും മറ്റുള്ള ആളുകൾ കാണുന്നതിനും കൂടുതൽ ഫാസ്റ്റ് ആയിട്ട് ഞങ്ങൾക്ക് കാണാൻ സാധിക്കും. അതാണ് ഞങ്ങൾക്ക് ഹൈറ്റ് ഈസ് ഓഫ് ആൻഡ് ഇറ്റ് ഈസ് ഗോഡ്സ് ഗിഫ്റ്റ്. ഉയരം ഞങ്ങൾക്ക് അഭിമാനം, ദൈവം തന്നൊരു വരതാണ്. അതാണ് ഞങ്ങളുടെ അർത്ഥവാക്യം. അതാണ് ഞങ്ങളുടെ ശക്തി. സെലിബ്രിറ്റീസിന്റെ അതായത് ഞങ്ങൾക്ക് ഇടിക്കേണ്ട ആവശ്യം വരാറില്ല. അതായത് ഞങ്ങളിങ്ങനെ ജസ്റ്റ് തൊട്ട് ചേട്ടാ ഒന്ന് മാറിയിരിക്കുന്നു പറഞ്ഞാൽ ഓട്ടോമാറ്റിക് അയ്യോ ശരി ശരി എന്ന് പറഞ്ഞ് മാറ്റി തരും. അവിടെ വേറൊരു കണ്ടന്റ് ഒന്നും ആവശ്യമില്ല. ചേട്ടാ, ഈ വന്നവർക്കൊക്കെ ഇപ്പം ചേട്ടൻ അടക്കം ഉള്ളവർക്ക് ഈ പൊക്കത്തിന്റെ പേരിൽ ഒരുപാട് കളിയാക്കൽ കിട്ടിയിട്ടുണ്ട്. അത് അന്നൊക്കെ നമുക്ക് മാനസികമായിട്ട് ചെറുതിലെ. പക്ഷെ ഇന്ന് നിങ്ങൾ അതിൽ വിജയിച്ച് നിങ്ങൾ തന്നെ പറഞ്ഞല്ലോ, ദൈവം തന്ന വരദാനമാണ്, നിങ്ങൾ അത് സ്വീകരിച്ചു. ഈ വന്നവരാരെങ്കിലും ഇങ്ങനെ ചേട്ടാ എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ്, പക്ഷെ ഇപ്പൊ ഞാൻ ഇതിൽ ചേർന്നിട്ട് അങ്ങനെ ആളുകളെ ഒത്തിരി പേര് വന്നിട്ടുണ്ടായിരുന്നു. അവരുടെ ഗാർഡിയൻസിനെ കൊണ്ടുവന്നിട്ടുണ്ട്. എന്റെ മകന് ചെറിയ ആളുകളെ കാണാൻ ഒരു ഫേസ് ബുദ്ധിമുട്ട് അങ്ങനെ. പക്ഷെ അവരൊക്കെ വന്നൊരു ഒരു മാസത്തിനകത്ത് തന്നെ വളരെ സന്തോഷമായിട്ട് ജീവിക്കാൻ അവർക്ക് ഈ ഫോഴ്സിനോട് സാധിച്ചിട്ടുണ്ട്. ഇപ്പൊ ചേട്ടന്റെ സാഹചര്യത്തിലാണെങ്കിലും ചേട്ടൻ ചെറുതിലെ ഇങ്ങനെ ഈ ഒരു പൊക്കം വ്യത്യാസം തിരിച്ചറിഞ്ഞപ്പോ പേരൻസും നാട്ടുകാരും ഒക്കെ എങ്ങനെയാണ്? പേരൻസ് എന്താണെങ്കിലും നമ്മളുടെ കൂടെ നിൽക്കും, നാട്ടുകാരും മറ്റുള്ളവര് സൗഹൃദങ്ങളൊക്കെ അവര് കാണിക്കുന്നത് അവര് സ്നേഹം കൊണ്ടാണ്. അല്ലാതെ അവര് ദേഷ്യപ്പെട്ടിട്ടോ അല്ലെങ്കിൽ ശത്രുവായിട്ട് കണ്ടിട്ടൊന്നുമല്ല. അവരുടെ സ്നേഹം അവരങ്ങനെ പ്രകടിപ്പിക്കുന്നു മാത്രം. പക്ഷെ നമുക്കത് വേറെ രീതിയിൽ ഉൾക്കൊള്ളാൻ സാധിക്കുന്നു മാത്രം. അങ്ങനെ പറ്റിയുള്ളൊരു ഇത് മാത്രമാണ്. ഇപ്പൊ ചേട്ടന്റെ വീട്ടിൽ ചെന്ന് കഴിഞ്ഞാൽ തന്നെ അറിയാം, ചേട്ടന് സ്വന്തമായിട്ട് ഒരു തരം ചെയർ ഉണ്ട്. അത് ചേട്ടൻ പറഞ്ഞു കേൾപ്പിച്ചതല്ലേ? ചെയർ, വണ്ടിയൊക്കെ ചേട്ടന്റെ ഈ പൊക്കത്തിനനുസരിച്ചാണ്. എത്ര അടിയാന്നാ പറഞ്ഞ ചേട്ടാ? എന്റെ ഹൈറ്റോ? എന്റെ ഹൈറ്റ് 6'9".
6-9 അത് 6.25 അടി വരും. അപ്പൊ 6 അടി 10 ഹൈറ്റുള്ള ആളുണ്ട്, 7 അടി ഹൈറ്റുള്ള ആളുണ്ട്. കേരളത്തിലെ ഏറ്റവും ഉയരം കൂടിയ ആള് 7 ഇഞ്ചാണ്. കമറുദ്ദീൻ പാലക്കാട് പാവർട്ടിയിലാണ്. കമറുദ്ദീൻ പാവർട്ടി വീട് ഏറ്റവും ഉയരം കൂടിയ ആള്. കൂടാതെ ഏറ്റവും ഉയരം കൂടിയ വനിത വൈക്കത്തുള്ള കവിത മേഡം അഡ്വക്കേറ്റ് ആണ്. അപ്പൊ ഞങ്ങള് ഇന്നേ ദിവസം ഞങ്ങൾ 3 പേരും നമ്മുടെ 25ാം വാർഷികത്തിന്റെ ഭാഗമായിട്ട് ഞങ്ങള് ഒരു സ്നേഹാദരവ് ഞങ്ങളൊരു പോസ്റ്ററിൽ നിങ്ങൾ അടിച്ചിറക്കുന്നുണ്ട്. അതിന്റെ റിലീസിംഗ് എന്നാണ്. എല്ലാവരും സപ്പോർട്ട് ചെയ്യണം. നിങ്ങളെയൊക്കെ സപ്പോർട്ട് ചെയ്യാതെ പോവോ ചേട്ടാ? ലൈഫിൽ എല്ലാരും ഞാൻ പറഞ്ഞില്ലേ, ഈ ലോകം അങ്ങനെയാ. എല്ലാരും കുറെ പേര് പറയാനുണ്ടാവും, കുറെ പേര് ചേർത്ത് പിടിക്കാണ്ടാവും. ചേട്ടന് 160 എത്ര ഇഞ്ച്? എത്ര ഹൈറ്റ് 6.9 6.25 അടി എന്ന് പറയും. അപ്പൊ ഞാൻ 154. അപ്പൊ എന്റെ ഏകദേശം 200 പുറത്ത് വരും. 154 എന്ന് പറയുമ്പോൾ പുറത്ത് വരും. 6 അടി എന്ന് പറഞ്ഞാൽ 183 സെന്റിമീറ്റർ ആണ്. 183. അപ്പൊ 183 സെന്റിമീറ്റർ ഉണ്ടെങ്കിൽ ഞങ്ങൾ ഇതിനകത്ത് അംഗത്വം കൊടുക്കുള്ളൂ. അതുപോലെ ഫോഴ്സിലേക്ക് ഞങ്ങൾ എടുക്കുള്ളൂ. അതാണ് ഞങ്ങളുടെ പ്രത്യേകത. ചേട്ടന്റെ ഭാര്യയൊക്കെ? എന്റെ ഭാര്യയുടെ പേര് അഞ്ജു. തിരുവനന്തപുരത്ത് പേരൂക്കടുത്ത് വളയിലാണ് വീട്. 5 അടി ഹൈറ്റ്. അല്ല, ഞങ്ങള് പേപ്പറിൽ പരസ്യം കൊടുത്തിട്ട് തന്നെ ചെയ്തതാണ്. സിനിമയൊക്കെ കഴിഞ്ഞതിന് ശേഷമായിരുന്നു. സിനിമ കഴിഞ്ഞ ശേഷമാണ്. ഇപ്പൊ 8 വർഷമായിട്ടുണ്ട്. അപ്പൊ പെണ്ണ് കാണാൻ പോയ അനുഭവം എന്ന് പറഞ്ഞേ, അതവിടെ നിൽക്കട്ടെ. അനുഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഞങ്ങൾ പേപ്പറിൽ പരസ്യം കൊടുത്തു. സൺമെൻസ് ഉള്ള ഞങ്ങളുടെ ഗ്രൂപ്പിന്റെ പേര് തന്നെ ടോൾമെൻ സൺമെൻസ് ഗ്രൂപ്പ് എന്നാണ് നമ്മുടെ ഫോഴ്സിൽ ഇട്ടിരിക്കുന്ന ഒരു പേര്. അപ്പൊ സൺമെൻസ് ഉള്ള വനിതകളാണ് നമ്മൾ നോക്കുന്നത്. ആ രീതിയിൽ സംസാരിച്ചു. അപ്പോ എല്ലാവർക്കും ഒരു ബുദ്ധിമുട്ടുണ്ടാവും. കാരണം ഹൈറ്റുള്ള ആള് ഒരു ഭീകര പോലെ തോന്നുന്ന ഒരു മനുഷ്യനെ ജീവിത പങ്കാളിയെ തെരഞ്ഞെടുക്കാനായിട്ട് ഇതിലും ഒന്നും നോക്കിയില്ല. അവര് പറഞ്ഞ കുഴപ്പമൊന്നുമില്ല എന്ന് പറഞ്ഞ് അങ്ങനെ എല്ലാം നടന്നു. എന്റെ കൈ തിരിച്ചു പിടിക്കുക. എന്റെ കൈയും ചേട്ടന്റെ കൈയും തമ്മിലുള്ള ഡിഫറൻസ് ഉണ്ടോ? അതെ അതെ, ഇതാണ് ടോൾമെന്റ്. ഈ കൈകൾ പരിശുദ്ധമാണ്. ഈ 2 കൈകളും പരിശുദ്ധമാണ്. ഇവിടെ വേറെ ഈ 2 കൈകൾക്കും യാതൊരുവിധ പ്രശ്നവുമില്ല. ഇപ്പൊ ഞാൻ അടുത്തിടെ കേട്ടു അത്ഭുത ദ്വീപിന്റെ സെക്കൻഡ് വരാൻ പോകുന്നു. അങ്ങനെയാണ് നിങ്ങൾ ഉണ്ടാവോ? തീർച്ചയായിട്ടും ഞങ്ങളുണ്ടാവും. അതായത് അത്ഭുത ദ്വീപില് ഞാൻ മരിച്ചു കഴിഞ്ഞു. പക്ഷെ എന്റെ വായിൽ കുന്തം കൊണ്ടെറിഞ്ഞു. പക്ഷെ അതിനകത്ത് ഒന്നല്ലെങ്കിൽ അദ്ദേഹത്തെ ആ മരിച്ച ആളുടെ മകനോ അല്ലെങ്കിൽ പിതാവോ ആരെങ്കിലും ഒരാളായിട്ടാങ്ങാനും ഞങ്ങളുടെ നാട്ടിലും അതിന്റെ സീൻ ഉണ്ടാവും. നരഭോജികളുടെ നാട്ടിലും ഒരു സീൻ ഉണ്ടാവും. ഷിപ്പിൽ വരുന്നത് മാത്രം കാണിക്കില്ല. പക്ഷെ ഞങ്ങളുടെ നാടിനെ കുറിച്ചൊന്നും കാണിച്ചിട്ടില്ല. അതൊക്കെ അതായത് ഇപ്പൊ പറഞ്ഞാൽ ആ സിനിമയിൽ ഇപ്പൊ കാണാത്തവരുണ്ടോന്ന് എനിക്ക് അറിയില്ല. കണ്ടു കഴിഞ്ഞാൽ നമ്മൾ പറഞ്ഞുതരാം. അതില് ജസ്റ്റ് ഷിപ്പിൽ വന്ന് മറ്റുള്ളവരെ പിടിച്ച് തൂക്കി എറിയുന്നതാണ്. ഇവരുടെ ഒരു കഥയുണ്ട്, കരൾ അലിയിക്കുന്ന കഥ അല്ലേ ചേട്ടാ? അതെ, അതിനകത്ത് ഞങ്ങള് ടോൾമെൻ അസോസിയേഷനിൽ തന്നെ ഏറ്റവും ടോപ്പ് ഹൈറ്റ് ഉള്ള നല്ല കുറെ ആളുകൾ അതിനകത്തുണ്ടായിരുന്നു. ഞങ്ങൾ പറഞ്ഞിട്ടുണ്ട് സാറ് മാക്സിമം ഉൾക്കൊള്ളാന്ന് പറഞ്ഞാൽ കഥകളും കാര്യങ്ങളൊക്കെ നടന്നു സെറ്റിലായിട്ടിരിക്കുന്നുള്ളൂ. അല്ല, അതും എന്ന് വെച്ചാൽ ഈ അത്ഭുത ദ്വീപിനകത്ത് ഞങ്ങളുടെ സീൻ ചെയ്ത് ഉദ്ദേശിച്ചിരുന്നത് നീഗ്രോകളെ വെച്ച് ചെയ്യാൻ ഉദ്ദേശിച്ചിരുന്നത്. അപ്പൊ ഒരു ചാനലിന് വേണ്ടിയിട്ട്, നമ്മുടെ ചാനലിന് വേണ്ടിയിട്ട് അതിൽ ശ്രീകണ്ഠനായരുടെ ഷോ, നമ്മൾ തമ്മിൽ നടന്ന ഷോ, അതിൽ ഞങ്ങളും പൊക്കം കുറഞ്ഞ ആളുകളുണ്ടായിരുന്നു. അപ്പൊ അതിനകത്ത് ടോപ്പിക്ക് പൊക്കം കുറഞ്ഞവരെന്ന് പറയുമ്പോൾ ഞങ്ങൾ പൊക്കം കുറഞ്ഞതിന്റെ പേരിൽ ഞങ്ങൾക്ക് സിനിമയ്ക്ക് അവസരം കിട്ടി എന്നൊക്കെ പറഞ്ഞ് അവരിങ്ങനെ നല്ല ഡയലോഗ് അടിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ നമുക്കൊന്നും കിട്ടിയിട്ടില്ല. അപ്പൊ അന്ന് അസോസിയേഷന്റെ ഒരു ടോപ്പിക്കായിരുന്നു ഞങ്ങൾ ചെയ്തിരുന്നത്. അപ്പൊ അത് വിനയ് സാറ് കണ്ടതിന് ശേഷമാണ് നമുക്ക് നീഗ്രകൾ വേണ്ട, കേരളത്തിൽ തന്നെ ഈ ടോൾമെൻ അസോസിയേഷൻ ആളുകളും കുറച്ച് ആളുകൾ പുറത്ത് നമുക്ക് എടുത്തിട്ട് ചെയ്യാമെന്ന് തീരുമാനിച്ചത്. ഒരു പ്രസ്ഥാനം 25 വർഷം കൊണ്ടു നടക്കുക, അത് എന്താ പറയുക, അതിന് ഗ്രാജുവലായി നല്ല പ്രോഗ്രസ് ഉണ്ടാക്കുക എന്നതിലൊക്കെ ഷിബുചേട്ടൻ്റെ ടോൾമാൻ സ്പോർട്സ് ഒക്കെ ഭയങ്കര ഹൈറ്റിലെത്തിയേക്കുക. അതായത് ഇവരെ കഴിഞ്ഞ് ഹൈറ്റിലെത്തിയേക്കുവാണ്. അതെല്ലാം കൂടെ ചേട്ടാ എല്ലാവിധ ആശംസകളും, അത് മുന്നോട്ട് പോയിക്കൊണ്ടേയിരിക്കട്ടെ. ഓക്കെ, എല്ലാവിധ ആശംസകളും.